ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വന്ന വീഡിയോസ് നമ്മളെ എലൈൻ ഫ്രോക്കിൻ്റെ ഫുൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അത് ഫ്രണ്ട് പ്ലേറ്റ് വന്നിട്ട് എലൈൻ ഫ്രോക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പീസ് രണ്ടായിട്ട് മടക്കിയിടുക. അതിൻ്റെ ബാക്ക് പീസാണ് ആദ്യം കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇറക്കം മാർക്ക് ചെയ്ത് കൊടുത്തു. ഞാനിവിടെ കുറച്ച് കട്ട് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് വീതി കുറവാണ്. അപ്പോൾ ഞാൻ അതിനുള്ള വേറെ പീസൊക്കെ ജോയിൻ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതാ ഇങ്ങനെ താഴ്വശത്ത് നിന്ന് വെട്ടിയെടുത്ത് ഈ പീസൊന്ന് ഞാൻ ഇവിടെ ജോയിൻ്റ് ചെയ്ത് വരികയാണ്. ഞാൻ ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ട് ഈ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടും അറിയുന്നില്ല കേട്ടോ. അതാ ഇതിൻ്റെ ഇവിടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇതൊക്കെ 2 പീസുകളാണ് കേട്ടോ. വേറൊരു ഡ്രസ്സ് ചെയ്തതിൻ്റെ കട്ട് പീസ് വെച്ചിട്ടാണ് ഞാൻ ഈ എലൈൻ ഫ്രോക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് 2 പീസുകളുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഷോൾഡർ മാർക്ക് ചെയ്യുക, എന്നിട്ട് കൈക്കുഴിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുക. ഞാനിവിടെ ഷോൾഡർ 4-4.25 ഇഞ്ച്, അതുപോലെ തന്നെ കൈക്കുഴിൻ്റെ ഇറക്കം 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതൊരു 1.5 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ അളവാണ് ഈ ഒരു അളവ്. നെഞ്ചളവ് മാർക്ക് ചെയ്തത് 6 ഇഞ്ചാണ് കേട്ടോ. തയ്യൽ തുമ്പടക്കം 6 ഇഞ്ച്. എന്നിട്ട് കർവ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബോഡി പാർട്ടിൻ്റെ ഇറക്കം ഞാനിവിടെ 8 ഇഞ്ചാണ് എടുത്തത്. അവിടെ ഒന്ന് ഷേപ്പ് അളവ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ ഇത് വരച്ച് കൊടുക്കുക കേട്ടോ. ഇത് എത്ര തെളിഞ്ഞ് കാണുന്നില്ല. പിന്നെന്താ, ഫുൾ ലെങ്ത്ത് എത്രയാണോ ആ ലെങ്ത്ത് തന്നെ ഈ സൈഡിലോട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. നല്ലതാണ്, നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ 2 സൈഡ് തൂങ്ങിയിട്ട് കിടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ വരച്ച് കൊടുക്കുന്നത് കേട്ടോ. നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ബാക്ക് പീസാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ ഇപ്പം. പിന്നെ ബാക്ക് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് ചെയ്യുന്നത്. ഒരു പ്ലീറ്റ് വരുന്ന ഒരു ഫ്രോക്ക്, എലൈൻ ഫ്രോക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രണ്ടും ഒരുമിച്ചല്ല ചെയ്യുന്നത്. പിന്നെ കട്ട് പീസ് വെച്ച് ചെയ്യുന്നത് ഫ്രണ്ട് പീസ് കുറച്ച് വീതി അധികം വേണം നമുക്ക് ബാക്കിനടിയിൽ കേട്ടോ. ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുത്തു. ഇനി ഫ്രണ്ടിലോട്ടുള്ളതാണ്. ഫ്രണ്ടിൻ്റെ പീസ് ഇതാ 2ആയിട്ട് മടക്കിയിട്ടു. ഫ്രണ്ട് ഭാഗത്ത് ഒരു 3 ഇഞ്ച് കേട്ടോ. ഈ 3 ഇഞ്ച് മുതൽ 5 ഇഞ്ച് വരെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ലൈൻ കൊടുക്കുക. ഈ ലൈനിൻ്റെ അപ്പുറത്തോട്ടാണ് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. ബാക്കിൻ്റെ അളവിൽ ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പിന്നെ അവിടെ ആ ഒരു തുമ്പിൽ കുറച്ച് കുറവുണ്ട്, അവിടെ ഒരു പീസ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. അവിടെ ചെറിയൊരു പീസ് ജോയിൻ്റ് ചെയ്തെടുക്കും. പിന്നെ അത് കട്ട് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ചെയ്തിട്ട് കഴിഞ്ഞപ്പം കട്ട് പീസ് വെച്ചിട്ട് ചെയ്താൽ ഒരിക്കലും അറിയില്ല കേട്ടോ. അത്രയും നീറ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് അവിടെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഷേപ്പും കട്ട് ചെയ്തെടുക്കുക. സിമ്പിളായിട്ട് തന്നെ ഈസി ആയിട്ട് നല്ല വൃത്തിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു കുട്ടികൾക്കൊക്കെ നല്ലൊരു ബേബി ഫ്രോക്കായിട്ട് ഇടുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് എലൈൻ ഫ്രോക്ക്. ഇവിടെ ഈ ഒരു മാർക്ക് ചെയ്ത സ്ഥലത്തും ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് തിരിച്ചിടുമ്പോൾ ആ ഒരു മാർക്കിങ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ചെറിയ പീസ് താഴത്തോട്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് ജോയിൻ്റ് ചെയ്ത് വരിക. അപ്പോൾ നിങ്ങൾ നല്ല ക്ലോത്ത് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലോത്ത് ജോയിൻ്റ് ചെയ്യേണ്ടെന്നുള്ളൂ. നമുക്ക് എന്ത് ചെയ്താൽ മതി, നേരെ ക്ലോത്ത് 2ആയിട്ട് മടക്കി ഇടാന്നുള്ളൂ കേട്ടോ. ഫ്രണ്ട് പീസിന് ബാക്ക് പീസിനാണെങ്കിലും കുറച്ചധികം ഫ്രണ്ട് പീസ് വേണം, അത്ര മാറ്റുള്ളൂ കേട്ടോ. ഒരു 3 ഇഞ്ച് ഫ്രണ്ടിലോട്ട് അധികം വേണമെന്നുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ക്ലോത്ത് മടക്കിയിട്ടാണ്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പം ആദ്യം നല്ല വശത്ത് ഇനി മാർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ചീത്ത വശത്തോട്ട് മറിച്ചിട്ടിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇങ്ങനെ ഈ 3 ഇഞ്ചിൽ നമുക്ക് ബോഡി പാർട്ടിൻ്റെ ഇറക്കം വരുന്ന അത്ര ഇറക്കം ഭാഗമാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 8 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ അവിടെ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. മുഴുവനായിട്ട് ചെയ്യേണ്ട. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ മാത്രം ചെയ്തെടുത്തു. അപ്പോൾ ഇതേപോലെ ആയിരിക്കും ഈ ഒരു പ്ലീറ്റ് വരിക കേട്ടോ. എന്നിട്ട് ഇവിടെ ഉൾവശത്ത് കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളെ മുട്ട് കുത്തി കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് പതിഞ്ഞ് നിൽക്കേണ്ടത്. ഒരു ഭാഗത്തോട്ട് മാത്രമായിട്ട് നിൽക്കരുത്, 2 വശത്തോട്ടും തുല്യ അളവിൽ ഇങ്ങനെ വരുന്നത് കേട്ടോ ഈ ഒരു ബോക്സ് വരുന്നത്. ഇപ്പോൾ ഇത് ഉൾവശമാണ് കേട്ടോ, നല്ല വശമല്ല. ഇത് ചീത്ത വശത്താണ് ഇവിടെ വരുന്നത്. ഞാൻ അങ്ങനെ മുട്ട കുത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തെടുക്കുക. നല്ല ഫ്രണ്ട് വരുമ്പോൾ ഇതുപോലെയാണ് വരിക കേട്ടോ. ഇനി ഇത് 2ആയിട്ട് മടക്കിയിടുക. ഇനിയാണ് നമുക്ക് കഴുത്തൊക്കെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 2ആയിട്ട് ഇങ്ങനെ മടക്കിയിടുക. ഇതങ്ങനെ മടക്കിയിടുക കേട്ടോ. ഈ ഒരു ഫ്രോക്ക് ഒരുപാട് കാലമായി സ്റ്റുഡൻസ് ചോദിക്കുന്നതാണ് എലൈൻ ഫ്രോക്ക് ഇങ്ങനെ പ്ലേറ്റ് ഉള്ളത്. യൂട്യൂബിൽ അത്ര പ്ലേറ്റ് ഉള്ളതില്ല, പ്ലെയിൻ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇത് ക്ലാസ്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫ്രോക്ക്. അത് രണ്ടും ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് കഴുത്തിൻ്റെ അകലും ഇറക്കും മാർക്ക് ചെയ്യുക. നമ്മൾ രണ്ടും സെയിം ഇറക്കം തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. ഞാൻ പീറ്റർ പാൻ കോളറാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ
രണ്ട് സെയിം ഇറക്കായിട്ടാണ് കേട്ടോ. പീച്ചർ പാൻ കളർ റൗണ്ടായിട്ടാണ് കൊടുക്കുന്നത് ഫ്രണ്ടും ബാക്കും. അപ്പോൾ അതുകൊണ്ട് ഒരേ അളവാണ് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾ ഏത് നെക്ക് വേണ്ടത് കൊടുക്കുക, ഈ ഒരു നെക്ക് തന്നെ അതിന് കൊടുക്കണമെന്നില്ല. അങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിവർത്തുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുക. ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ അവിടെ ഇതായി നിൽക്കുള്ളൂ, അല്ലെങ്കിൽ മുട്ട് കുത്തി കൊടുക്കുക. ഇനി നമ്മൾ ബാക്കാണ്, ഷിബാണ് വെക്കുന്നത് കേട്ടോ. ഞാൻ ബാക്കിൽ ചെറിയൊരു ഷിബ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കിൽ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തിരിക്കുകയാണല്ലോ, ഈ ജോയിൻറ്റ് ചെയ്ത സ്ഥലത്ത് ഷിബ് വെച്ചിട്ട് അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനൊരു സാധാ ഒരു സിബാണ് ഇവിടെ എടുത്തത്. അതായത് ഇങ്ങനെ നല്ല വശം താഴോട്ടാക്കി ഇങ്ങനെ കമത്തി വെച്ചിട്ട് അതിൻ്റെ ചുറ്റുഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം ആ സെൻറ്റർ ഭാഗം നമ്മൾ ജോയിൻ്റ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് നൂല് നയിച്ച് കൊടുത്താൽ മതി. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഷിബൊന്നും ഒരിക്കലും സിബ് പുറത്തേക്ക് കാണൂല, നല്ല വൃത്തിയിൽ കിട്ടുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് ഷോൾഡർ രണ്ടും ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ കൈയിൻ്റെ അവിടെ ഞാൻ ക്രോസ് പീസാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഷോൾഡർ രണ്ടും സെയിം അല്ലേക്ക് നോക്കി ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ക്രോസ് പീസ് വെച്ചിട്ട് ക്രോസ് പീസ് എന്ത് ചെയ്യുക, 1 ഇഞ്ചിലെ വീതിയിൽ ക്രോസ് പീസ് എടുത്തിട്ട് നേരെ സെൻറ്റർ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ മേലെ വെച്ചിട്ട് ഒന്ന് അടിച്ചിടും. ഞാനിവിടെ ചെയ്യുന്നത് ചീത്ത വശത്ത് വെച്ചിട്ട് നല്ല വശത്തോട്ട് തിരിച്ചിടുക ചെയ്യുന്നത്. ഏത് രീതിയിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ കാണുന്ന വിധത്തിലാണ് ഞാൻ ചെയ്യുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ക്രോസ് പീസ് ചെയ്യാൻ പറ്റും. നെക്കും വേണമെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് മടക്കി അടിച്ച് കൊടുക്കാം. ഞാൻ കൊളർ വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് സൈഡ് കൂട്ടി കൊടുക്കട്ടെ. 2 കൈയും ചെയ്തതിന് ശേഷം സൈഡ് കൂട്ടുക. പിന്നെ ലാസ്റ്റ് ചെയ്താൽ മതി കൊളറിൻ്റെ പണി കേട്ടോ. സൈഡ് കൂട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ താഴ്വശം ലോക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. 2 സ്റ്റിച്ച് ഇടുന്നുണ്ട് കേട്ടോ. സൈഡൊക്കെ എപ്പോഴും കുട്ടികളുണ്ടാകുമ്പോൾ 2 സ്റ്റിച്ച് ഇട്ട് വെക്കുക. നമുക്ക് കോളറാണ് ചെയ്യേണ്ടത്. കോളറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 4 ആയിട്ടാണ് ക്യാൻവാസ് മടക്കി വെച്ച് കേട്ടോ. നമ്മളെ ഭാഗത്തേക്കും ക്ലോസ് ആയ ഭാഗം മുകൾവശത്തും ക്ലോസ് ആയ ഭാഗം കേട്ടോ. റൗണ്ടായിട്ടുള്ള കോളർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് 4 ആയിട്ട് മടക്കിയത്. പിന്നെ കൈത്തിന് നിങ്ങൾ എത്രയാണോ വീതി എടുത്തത് തന്നെ ഇതിൽ കൊടുക്കുക. കൈത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അളവ് നിങ്ങൾ കൊടുക്കണം കേട്ടോ. ഞാൻ 2 ഇഞ്ച് അകലും 3 ഇഞ്ച് വീതിയാണ് എടുത്തത്. എന്നിട്ട് കോളറുടെ അളവ് ഞാൻ ഇവിടെ 2 ഇഞ്ചാണ് വീതി എടുക്കുന്നത്. ഇതൊക്കെ വേണമെങ്കിൽ 1 ഇഞ്ച് 1.5 ഇഞ്ച് ഒക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇനി 3 ഇഞ്ച് കുറച്ച് വലുതാണെങ്കിൽ 3 ഇഞ്ചും കൂട്ടിയെടുക്കാം. എന്നിട്ടിങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇനി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക, റൗണ്ടിലായിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ 4 ആയി മടക്കിക്കൊണ്ടാണ് ഇങ്ങനെ. ഇനി നമുക്കിതിന് ഷേപ്പ് കൊടുക്കണം. അപ്പോൾ ഷേപ്പ് കൊടുക്കാൻ 2 ആയിട്ട് മടക്കുക. ഫ്രണ്ട് വശത്തോട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത്. ഫ്രണ്ട് വശം ഒരു ഓവൽ ഷേപ്പിലാണ് വരിക കേട്ടോ. ഈ ഒരു ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിലും ബാക്കിലൊരു 1/4 ഇഞ്ച് കയറ്റിയിട്ട് ഇങ്ങനെ ചെരിച്ചിട്ടൊന്ന് കട്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ 2 പീസായിട്ട് കിട്ടുന്നത്. ഒരുപാട് സ്റ്റുഡൻസ് പറഞ്ഞൊരു ഇതായിരുന്നു ഈ ഒരു കളർ ചെയ്യുന്നത്, മിസ്സേ കാണിച്ചു തരുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇതേപോലെയാണ് ഉണ്ടാവുക കേട്ടോ നമ്മൾ ഡ്രസ്സിൽ ചെയ്യുമ്പോൾ. ഇനി നമുക്കതൊന്ന് ക്ലോത്തിൽ വെച്ച് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്തതിന് ശേഷം അതേപോലെ 1/4 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊരു വേറെ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ, മറിച്ചിടാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ സെയിം ക്ലോത്ത് അല്ല എടുക്കുന്നത്, വേറെ ബ്ലാക്ക് പ്ലെയിൻ ക്ലോത്ത് എടുക്കുന്നത്. നിങ്ങൾക്ക് സെയിം ക്ലോത്തും ചെയ്യാം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മുട്ടുകൊണ്ട് ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ആ ഒരു ഓവൽ ഷേപ്പ് വരുന്നില്ല ഫ്രണ്ടിൽ, ആ ഒരു വശത്തു നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. 3 സൈഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. ഒരു സൈഡ് ഓപ്പൺ ആയിട്ട് നമ്മൾ എന്താ പറയുക, ക്ലോത്ത് ഡ്രസ്സിലോട്ട് കൊടുക്കുന്ന ഭാഗം ഓപ്പൺ ആയിട്ടാണ് നിൽക്കുക. നമുക്കിങ്ങനെ സാവധാനം ചെയ്തെടുക്കാം കേട്ടത്. ആ ഒരു ക്യാൻവാസിൻ്റെ അരികിലൂടെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഈ സമയത്ത് ലേസ് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ലേസ് ഞാൻ കൊടുക്കാൻ മറന്നു, പിന്നീടാണ് വെച്ച് കൊടുത്തത് കേട്ടോ. പിന്നെ ലേസ് കൊടുക്കണം നിർബന്ധമില്ല. ഇങ്ങനെ എന്താ ചെയ്തതിന് ശേഷം ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ക്രോസ് കട്ടിങ് കൊടുക്കുക, എന്നിട്ട് തിരിച്ചിട്ട് കേട്ടോ. ക്രോസ് കട്ടിങ് എന്തായാലും നിർബന്ധമായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ചുളിഞ്ഞൊക്കെ നിൽക്കും കേട്ടോ. ഇതാ ഒന്ന് മറിച്ചിട്ടിട്ട് നല്ല ഒന്ന് എന്താ പറയുക, ഒന്ന് കത്രിക വെച്ചിട്ട് ആ തുമ്പൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നീറ്റായിട്ട് നിൽക്കും കേട്ടോ. ഇപ്പം അയൺ ചെയ്തിട്ട് ഓരോ പീസ് ചെയ്യുമ്പോൾ അയൺ ചെയ്തിട്ടൊക്കെ ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ലേസ് കൊടുക്കുന്നത്, ലേസ് ഇങ്ങനെ വെച്ചിട്ട് താഴ്വശത്ത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ ജോയിൻ്റ് ചെയ്യുന്ന സമയത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ലേസ് കൊടുക്കുന്നത് വിചാരിച്ചില്ലായിരുന്നു. പിന്നെയാണ് ലേസ് ഒന്ന് കൊടുത്താൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും വെച്ചിട്ട് ലേസ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ നോർമലി ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ്. എന്നാൽ 2 കളറും ഇതേപോലെ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് മുട്ട് കുത്തിയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, കറക്റ്റ് അളവില്ലേ എന്നൊക്കെ ഉള്ളത്. ഇതാ ഫ്രണ്ടിലെ സെൻറ്റർ ഭാഗത്തു നിന്ന് ബാക്കിലോട്ടാണ് വരുന്നത്. ഫ്രണ്ടിലെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ട് രണ്ടൊന്ന് വെച്ച് നോക്കിയ ശേഷം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പ് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ക്യാൻവാസിൻ്റെ അരികിലൂടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. എന്നാൽ പിന്നെ ആ സ്റ്റിച്ചിലൂടെ നമുക്ക് എന്ത് ചെയ്താൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല. അതേപോലെ രണ്ടും ഒരുമിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ ആ ഒരു സ്റ്റിച്ച് ഇവിടെ ചെയ്യുമ്പോൾ ആ ഒരു മാർക്കിലൂടെ മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് ക്യാൻവാസ് കറക്റ്റായിട്ട് എവിടെയെന്ന് അറിയാൻ പറ്റും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഏറിപ്പോവുകയോ കുറഞ്ഞു പോവുകയൊന്നുമില്ല. ആവശ്യത്തെ ആ തയ്യൽ തുമ്പുണ്ടല്ലോ അതിലൂടെ മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ക്യാൻവാസിലോട്ട് കയറേണ്ട സ്റ്റിച്ചിങ്. അതേപോലെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ബാക്കിലെ ജിപ്പിൻ്റെ അവിടെ വരെ എത്തും കേട്ടോ. ഇങ്ങനെയാണ് നിൽക്കുക. ഇതേപോലെ ഇനി ഓപ്പോസിറ്റ് സൈഡിലും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നല്ല വശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഞാൻ പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട് കഴുത്തിന് കേട്ടോ, അതുകൊണ്ടാണ് നല്ല വശത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതേപോലെ 2 വശം ചെയ്തെടുക്കുക. ഇതേപോലെയാണ് ഉണ്ടാവുക കേട്ടോ, 2 ചെയ്തെടുത്താൽ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, പൈപ്പിംഗ് ചെയ്യണം. അപ്പോൾ ഒരു ക്രോസ് പീസ് എടുത്തു, ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കി, ആദ്യം തുമ്പൊന്ന് ഉള്ളിലോട്ട് മടക്കിയിട്ട് പിന്നെ സെൻറ്റർ മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വശത്ത് ഇവിടെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഇത് ഞാൻ നല്ല വശത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ എന്താ പൈപ്പിംഗ് പോലെയും ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ 2 വശത്തോട്ടും കാണുന്ന രീതിയിലേക്കാണ് വരുന്നത്. നല്ല വശത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പകുതി ഉള്ളിലോട്ട് മടക്കിയിട്ട് ചെയ്യാം കേട്ടോ. കാണാത്ത രീതിക്കല്ല, സ്ലീവിന് ചെയ്ത പോലെയല്ല കേട്ടോ. പകുതിയാണ്, പകുതി 2 വശത്തോട്ടും നിൽക്കും, പൈപ്പിംഗ് പോലെയാണ്. ഏത് രീതിക്ക് വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ സ്ലീവ് ചെയ്തില്ല, അതേപോലെ തന്നെ നല്ല വശത്തോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ മുഴുവനായിട്ട് ചീത്തവശത്തോട്ട് പതിച്ചടിച്ച് കൊടുക്കുക. അതല്ല ചീത്തവശത്ത് വെച്ച് ചെയ്തിട്ട് നല്ല വശത്തോട്ട് പതിച്ചടിച്ച് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങളെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു കൈ തന്നെ ചെയ്യണമെന്നില്ല, ക്ലോത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റിയൊക്കെ ചെയ്യാം കേട്ടോ. ഇതങ്ങനെ ചെയ്തതിന് ശേഷം ക്രോസ് കട്ടിങ് കൊടുക്കുക. എപ്പോൾ മടക്കി ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, ക്രോസ് കട്ടിങ് മസ്റ്റായിട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ കൈത്ത് ചുളിഞ്ഞു പോകണം. പലരും പറയുന്ന കാര്യമാണ് ചുളിഞ്ഞു പോകുന്നതൊക്കെ. അതുപോലെ ക്രോസ് പീസിൽ നിന്ന് ചെയ്യാൻ നോക്കുക. ഇതൊക്കെ ചെയ്യുമ്പം ഇല്ലെങ്കിലും ചുളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഈ ഒരു ഉൾവശത്തോട്ട് ഇങ്ങനെ പതിച്ച് കൊടുക്കുകയാണ്. ഉൾവശത്തോട്ട് പതിച്ച് കൊടുക്കുമ്പോൾ കോളറ നിവർത്തിയിട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പം ആ സ്റ്റിച്ച് കോളറുടെ അടിയിലോട്ട് പോകും. അല്ലെങ്കിൽ പുറത്തോട്ട് ഇങ്ങനെ കാണുന്ന രീതിക്കാവും ഉണ്ടാവുക കേട്ടോ. അതില്ലാതെക്കാനാണ് ഇങ്ങനെ എന്താ ചെയ്യുക, കോളറ നിർത്തിയിട്ടിട്ട് ഇങ്ങനെ ക്ലോത്തിലോട്ട് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് നീറ്റായിട്ട് ബുട്ടീക്കിലൊക്കെ ചെയ്യുന്ന അതേ ഒരു നീറ്റിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ ആയിരിക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. നല്ല ഭംഗിയാണ് കേട്ടോ കുട്ടികൾക്ക് ഇങ്ങനത്തെ കോളറൊക്കെ ഇടുമ്പോൾ. അതായത് ഇട്ടിട്ടുള്ള ഫോട്ടോ ഇതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്